രാഹുൽ മാക്കൂട്ടം SIT സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായതാണ് ഇന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്ന സന്ദർഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് 16-ാം തീയതി, 17-ാം തീയതി, 18-ാം തീയതി 3 ദിവസങ്ങളിൽ 10 മണി മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവേണ്ടതുണ്ട്. അത് ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ തലക്കെട്ട് അതാണ്. കാരണം എന്തോ ഒരു വലിയൊരു സംഭവം ഉണ്ടായതുപോലെയൊക്കെയാണ് അവർ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്ന ചില കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കർശന ജാമ്യം, കർശന ഉപാധികളോടെ ജാമ്യം, കർശന ഉപാധി എന്നൊന്നുമില്ല. സ്വാഭാവികമായിട്ടും കോടതികൾ ഒരു പ്രതിക്ക് അല്ല ഒരു കേസിൽപ്പെട്ട ഒരു പ്രതിക്ക് ജാമ്യം നൽകുമ്പോൾ പറയുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്ത്. പ്രതികളെ സ്വാധീനിക്കരുത്, അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാവണം, അതുപോലെ തന്നെ രാജ്യം വിട്ടു പോകരുത്, അതിനാണ് പാസ്പോർട്ട് കൊടുക്കുന്നത്, പിന്നെ ഫോൺ ഹാജരാക്കണം എന്ന് പറഞ്ഞാണ് അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ജാമ്യ ബോണ്ട് വെക്കണം എന്നുള്ളത് ഇത് സാധാരണ ജാമ്യത്തിൽ പറയുന്ന വ്യവസ്ഥകളൊക്കെ തന്നെയാണ്. അതിന് കർശന ഉപാധിയൊന്നുമില്ല. ആ ഉപാധികൾ പാലിക്കണം. അത് എല്ലാ ജാമ്യക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് കേസിലെ പ്രതികളാണെങ്കിൽ തന്നെ ആ ജാമ്യ വ്യവസ്ഥ പാലിക്കാൻ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ പറയുന്നത് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അത് രാഹുൽ മാക്കൂട്ടത്തിനും ബാധ്യസ്ഥനാണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇന്നിപ്പം അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ ചെന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനിപ്പം സ്വാഭാവികമായിട്ടും ഈ പത്രക്കാരെല്ലാം ഇങ്ങനെ ഈ കോലും പിടിച്ചോണ്ട് നീണ്ട് ചെല്ലുമ്പോൾ അത് കാണിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹം ചിലപ്പോൾ ഔദ്യോഗിക വാഹനത്തിൽ പോകായിരുന്നു. അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനത്തിനും മറ്റെന്തെങ്കിലും കംപ്ലൈൻറ്റോ ഇനി എന്തെങ്കിലും സർവീസിങ്ങിനോ പോയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് പ്രൈവറ്റ് വാഹനം ഉണ്ടല്ലോ, ഇത് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഇന്ന് വാർത്ത കൊടുക്കണം. അവർക്ക് ഈ രാഹുൽ മാക്കൂട്ട വിഷയം, കാരണം അവർ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ആളല്ല. ഈ രാഹുൽ മാക്കൂട്ട വിഷയം അത് നമുക്കറിയാം. രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഈ 3 പീഡന പരാതികളും ഫ്ലോപ്പായി കിടക്കുകയാണ് കോടതിയിൽ. അതിനിപ്പോൾ അതിൻ്റെ നോർമൽ പ്രോസസ്സിങ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇതിനകത്ത് ബലാത്സംഗം എന്ന് പറയുന്നൊരു സംഭവം പോലും ഇല്ല എന്നുള്ളത്. അപ്പം നോർമലിൽ ഇത് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളിൽ പറയേണ്ടത് എന്താണ്? പീഡന പരാതി എന്നാണ് പറയേണ്ടത്. പക്ഷെ മാധ്യമങ്ങൾ എങ്ങനെയാണ് 1-ാം ബലാത്സംഗ കേസ്, 2-ാം ബലാത്സംഗ കേസ്, 3-ാം ബലാത്സംഗ കേസ് എന്നൊക്കെയാണ് റിപ്പോർട്ടർ ചാനൽ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മരംകൊത്തി ചാനൽ അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളക്കാരൻ്റെ ചാനലായ റിപ്പോർട്ടർ ചാനൽ അതിലെ മുട്ടയ അരുൺകുമാറും കിടന്നുകൊണ്ട് എത്രമാത്രം ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയാവാത്ത വണ്ണം അവർ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏഷ്യാനെറ്റിലെ അംജോദ് പോലും കൂടെ ഇന്ന് ആ രീതിയിലാണ് പറയുന്നത്. കാരണം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം ഈ SSPയുടെ ആ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന മുഖ്യധാര മാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഫ്ലോപ്പായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവരിതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബലാത്സംഗ കേസ്. ബലാത്സംഗം നിലനിൽക്കുന്നില്ല എന്നുള്ളത് കോടതി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടെങ്കിലും ഒരു സാമാന്യ മര്യാദ, ഒരു പീഡന കേസ് എന്ന് പറയാനായിട്ട് ഇവന്മാരുടെ ആരുടെയും വായിൽ എന്താ പറയുക, ഇത് തിരികെ വെച്ചിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാം. മുഖ്യധാര മാധ്യമങ്ങളാണ്, മാധ്യമ പ്രവർത്തനമാണ് ഇത്. മാധ്യമ പ്രവർത്തനമല്ല, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാമാ പ്രവർത്തനം എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരോട് കുറച്ച് കാര്യങ്ങൾ പറയാനോട് കൂടിയാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ ഉന്നത നേതാവുമായിട്ടുള്ള ശ്രീ VD സതീശൻ അവറുകളോടാണ്. എന്ന് അപേക്ഷിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടതുണ്ട്. ഈ ഫ്രണ്ടിൽ കൂടി നിൽക്കുന്ന ആളുകളൊന്ന് മാറിക്കൊണ്ട് ആ പടക്കം പൊട്ടിക്കലൊന്നും നിർത്തണം. ഇനി പുതിയ പടക്കം പൊട്ടിക്കരുത്. വളരെ നിർബന്ധമായി പറയുന്നു, പടക്കം പൊട്ടിക്കൽ നിർത്തണം. കാരണം രാഹുൽ മാക്കൂട്ടത്തിനെതിരെ മുന്നണി പോരാളികളായിട്ട് ഇറങ്ങി വന്ന കുറേ സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളിൽ 2 പേരെ പറ്റിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒന്ന് VD സതീശൻ്റെ മാനസപുത്രി എന്ന് അവർ തന്നെ അടിക്കടി ഫേസ്ബുക്ക് പേജിലും എല്ലായിടത്തൂടെയും വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയും അത് VD സതീശൻ തന്നെ ഒരു സന്ദർഭത്തിൽ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ അത് അക്സെപ്റ്റ് ചെയ്ത ഒരു കാര്യമായ റിനി ജോർജ് എന്ന നടിയെ പറ്റിയാണ്. താങ്കളുടെ മണ്ഡലത്തിൽപ്പെട്ട വ്യക്തിയാണ്, താങ്കളുമായിട്ട് ഭയങ്കര എന്തോ ഒരു അച്ഛൻ മകൾ ബന്ധമൊക്കെ ആണെന്നാണ് അവർ പുറമെ പറയുന്നത്.
എന്തു ആയിക്കോട്ടെ, താങ്കൾ ആ സ്ത്രീയുടെ വായിൽ കേക്ക് വെച്ച് കൊടുത്തു, ആ സ്ത്രീ താങ്കളുടെ വായിൽ കേക്ക് വെച്ച് തന്നതും ഒക്കെ നമുക്കറിയാം. ആ സ്ത്രീയാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഘോരം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ചാനൽ ചർച്ചയിലെ ഒരു ഭാഗമായിരുന്നുകൊണ്ടും അതിനിശ്ചിതമായി രാഹുൽ മാക്കൂട്ടത്തെ വിമർശിക്കുകയും, എന്നാൽ അവർ പാതിരാത്രി സമയത്ത് രാഹുൽ മാക്കൂട്ടമായിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്ന കാര്യങ്ങളൊക്കെ എവിഡൻസ് സഹിതം പുറത്തു വന്ന ഒരു കാര്യമാണ്. അപ്പോൾ താങ്കൾ ഒരു പ്രസ്താവനയെങ്കിലും നടത്തേണ്ട ഒരു കാര്യമുണ്ട്. അത് പൊതുസമൂഹത്തിന്, ഇവിടുത്തെ കോൺഗ്രസ് അനുഭാവികൾക്ക് അല്ലെ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ പിണറായിസ്റ്റ് ഭരണത്തിന് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന എല്ലാ പൊതു സമൂഹത്തിനും നൽകേണ്ട ഒരു ആവശ്യമാണ്, ഒരു സന്ദേശമാണ്. രാഹുൽ മാക്കൂട്ടം ഇന്ന് കോൺഗ്രസ്സുകാരനല്ലായിരിക്കാം നിങ്ങളുടെ ഭാഷയിൽ, പക്ഷേ രാഹുൽ മാക്കൂട്ടം കോൺഗ്രസ്സുകാരനല്ല എന്ന് രാഹുൽ മാക്കൂട്ടം ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതിനേക്കാളെല്ലാം ഉപരി രാഹുൽ മാക്കൂട്ടത്തിനെ നിങ്ങൾ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുന്നത് വരെയും അദ്ദേഹം തികഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ളതും വ്യക്തമാണല്ലോ. ആ ഒരു കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വ്യക്തിനെ താങ്കളുടെ തണലിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ ഈ രീതിയിൽ അപഹസിച്ച് ആഭാസനെ പോലെ ചിത്രീകരിക്കുമ്പോൾ താങ്കൾക്ക് അതിന് ഒരു പരിധിവരെ ഉത്തരവാദിത്വമുണ്ട്. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാർക്കൊന്നും പറയുന്നില്ല, പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശന് ആ കാര്യത്തിനകത്തൊരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ ആ ഒരു കാര്യത്തിനകത്ത് കൃത്യമായിട്ടൊരു നിലപാട് പറയണം. അതല്ലെങ്കിൽ പറയണം, ഇത് എൻ്റെ മാനസപുത്രിയല്ല, ഒരു പുത്രിയല്ല, ഇത് അന്ന് എന്തോ ഒരു വെട്ടിത്തരം വിളിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്നെങ്കിലും ഒന്ന് പറഞ്ഞൊരു പ്രസ്താവനയെങ്കിലും ഇറക്കേണ്ട ഒരു ഉത്തരവാദിത്വം ശ്രീ VD സതീശനുണ്ട്. മറ്റൊരു കാര്യം, കോൺഗ്രസ് നേതാക്കന്മാരെ മൊത്തത്തിലായിട്ടാണ് പറഞ്ഞത്. ആ MA ഷഹനാസ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ വ്യക്തിക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ, കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ എപ്പോഴോ രാജിവെക്കേണ്ടതാണ്. രാജി പോലും വെക്കാതെ MLA ആയിട്ട് തുടരുന്ന ഒരു വ്യക്തിയെ പാലക്കാടുള്ള ജനങ്ങൾ ഇപ്പോഴും ചേർത്ത് പിടിക്കുകയും ഇന്നലെയൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് സ്ത്രീകളെയൊക്കെ ഇങ്ങനെയെന്ന് ആലോചിച്ചു പോയിട്ടുണ്ട്. വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്ക് പോലും ഇങ്ങനെ ആവരുത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യക്തിത്വം കൂടിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത്. അവർ ഏതെല്ലാം രീതിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തെ കിടന്നുകൊണ്ട് ആക്രമിക്കുന്നത്? അവർ കോൺഗ്രസിൻ്റെ എന്തോ ഒരു ഔദ്യോഗിക ഭാരവാഹിയാണെന്നൊക്കെയാണ് പറയുന്നത്. അവർക്കെന്താണ് പറയാനുള്ള റൈറ്റ്? ഇവിടെ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയുടെ മേൽ വന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും കംപ്ലീറ്റ് ഫ്ലോപ്പായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പൊതു നേതൃത്വം പറയുന്നതിനകത്ത് വിട്ട് അവർക്ക് പറയേണ്ട ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അങ്ങനെ ഒരു കടമയില്ലല്ലോ അവർക്ക്. അവർ കോൺഗ്രസിൽ നിന്നും പുറത്തു പോയിരിക്കുന്ന ഒരാൾ ഇവിടെ BJPയുടെ ഒരു MLA ആണെങ്കിലും ശരി, അല്ലെ CPMൻ്റെ ഒരു വ്യക്തി ആയിട്ടാണെങ്കിലും ആയിക്കോട്ടെ, അവരുടെ ഒന്നും കാര്യത്തിനകത്ത് ഇവർ പറയുന്നില്ല. ആ സ്ത്രീ ആണെങ്കിൽ പോലും കൂടെ നമുക്കറിയാം, ഇവിടുത്തെ CPMൻ്റെ ഏറ്റവും ഈ സ്ത്രീ വിഷയത്തിനകത്ത് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന മുകേഷിനോടൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുന്നത് നമുക്കറിയാം. CPMൻ്റെ ഒരു ഡസനോളം സ്ത്രീ വിഷയ ബന്ധങ്ങളിൽ പെട്ട് കിടക്കുന്ന വ്യക്തികൾ കേരളം ഭരിക്കുന്ന ബഹുമാനീയനായ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശി, അതുപോലെ PK ശശി, മുകേഷ്, KB ഗണേഷ് കുമാർ, വനം മന്ത്രി ശശീന്ദ്രൻ, അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, പിന്നെ തോമസ് ഐസക് മുൻ മന്ത്രി, അതുപോലെ തന്നെ മുൻ സ്പീക്കർ രാധാകൃഷ്ണൻ, അങ്ങനെയൊക്കെയുള്ള എത്രയോ വ്യക്തികൾ, ഏകദേശം ഒരു ഡസനിൽ പരം സ്ത്രീ വിഷയങ്ങളിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ, അവരെ ആരെയും വിമർശിക്കാനോ അല്ലെ അവർക്കെതിരെ ഒരു കമാന്നൊരു അക്ഷരം പോലും മിണ്ടാതെ ഇരിക്കുകയും, എന്നാൽ ഈ കോൺഗ്രസ്സുകാരനായിട്ടുള്ള, അതായത് കോൺഗ്രസിൽ നിന്നും പാർട്ടി പുറത്താക്കിയെങ്കിൽ പോലും ഇന്നും 100% കോൺഗ്രസ്സുകാരനായിട്ട് നിലനിൽക്കുന്ന രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഈ MA ഷഹനാസ് ഈ രീതിയിൽ കിടന്നുകൊണ്ട് ആക്രോശിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവരെ ഒരു വിലങ്ങേടി ഇടുന്നില്ല? ഇത് ശരിയല്ല. ഇത് കോൺഗ്രസ്സുകാർക്ക് പോലും കൂടെ ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇന്നും ആ രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, നേതാവായിട്ട് തന്നെ കാണുന്നു. ഇപ്പം അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല എന്ന് നിങ്ങൾ വാദിച്ചാൽ പോലും കൂടെ ഈ ഒരു കോൺഗ്രസ്സുകാരി ആയിരിക്കുന്ന ഒരു സ്ത്രീ ഈ രീതിയിൽ ആ ഒരു വ്യക്തിനെ പത്രസമ്മേളനമൊക്കെ നടത്തി ഒരു സാധാരണ ഒരു വാക്കിലൂടെയല്ല, അവർക്ക് കിട്ടുന്ന ചാൻസിലെല്ലാം കടന്നുകൊണ്ട് അവർ ഈ രാഹുൽ മാക്കൂട്ടത്തെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? അതെന്തുകൊണ്ട് നിങ്ങൾ തടയിടുന്നില്ല? അവരെ പറ്റിയാണെങ്കിൽ ഒത്തിരി ആക്ഷേപങ്ങളാണ് വന്നിരിക്കുന്നത്. അവർ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പോലും കൂടെ
അവർ വേറെ പേരുകൾ മാറ്റിയതും അവർ ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടതായിട്ട് പോലും കൂടെ അവർ ഹിന്ദു മതക്കാരിയുടെ പേര് സ്വീകരിച്ചതും അതുപോലെ തന്നെ അവർ അവരുടെ സ്വന്തം കുഞ്ഞിനെ പോലും കൂടെ അത് എൻ്റെ സ്വന്തം കുട്ടിയല്ല, അതെൻ്റെ ഇപ്പാൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് കോളേജിൽ പറഞ്ഞ് പരിചയപ്പെടുത്തിയതും അതുപോലെ തന്നെ തനിക്ക് വ്യാജ IAS കിട്ടി എന്ന് വ്യാജമായിട്ട് കോളേജിൽ പ്രചരിപ്പിച്ചതും അതിനേക്കാളെല്ലാം ഉപരി അവിടുന്ന് കോളേജുകാരുടെ ആദരവ് പിടിച്ചു പറ്റിയതും കോളേജുകാർ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുന്ന് രായ്ക്ക് രാമാനും ഓടിപ്പോയതും ഇപ്പം പുതിയൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. അതായത് ഇവർ കോഴിക്കോട് ഒരു ക്രിമിനൽ കേസിൽ ഒരു പ്രതിയായിട്ട് ഇവർക്ക് വാറണ്ട് നിലനിൽക്കുന്നു എന്നുള്ള പുതിയൊരു വാർത്ത കൂടെ വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4 അവരൊക്കെ CC 36/2003 ക്രിമിനൽ കേസാണ്. അതിനകത്ത് അവർക്കിപ്പോൾ വാറണ്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഇവർ മറ്റെന്തൊക്കെയോ സാമ്പത്തിക ഇടപാടിലും മറ്റെന്തൊക്കെയോ കുറേ രാജ്യാന്തരപരമായിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള പൊതു വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിഷയത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇന്നും കോൺഗ്രസിൻ്റെ നേതാവായിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതായത് നിരന്തരമായിട്ട് ഈ രീതിയിൽ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? നിങ്ങൾ കോൺഗ്രസ്സുകാരെങ്കിലും ഒരു മാന്യത കാണിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ട വിഷയത്തിനകത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരു മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും ആ മനുഷ്യനോട് ഒരു സഹാനുഭൂതിയുണ്ട്. കാരണം ആ മനുഷ്യന് വലിയ തെറ്റ് ചെയ്തതായിട്ട് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് കോടതിയുടെ ഈ ഉത്തരവും കൂടെ വന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഈ 2 സ്ത്രീകളെ കോൺഗ്രസ്സുകാർ, അതിലെ ഒന്നാമത്തെ സ്ത്രീയായ റിനി ജോർജ് എന്ന നടീനെ VD സതീശൻ ഒറ്റയ്ക്കെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞിട്ട് ഷാഫി പറമ്പിലേക്ക് ഉന്നം വച്ചിരിക്കുന്നതായിട്ടൊരു സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഓരോ നേതാക്കന്മാരെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ മുന്നണി പോരാളികളായിട്ട് പ്രവർത്തിക്കുന്ന ഈ നടീനെ ഒന്ന് VD സതീശൻ ഒറ്റയ്ക്കാണെങ്കിൽ ശരി ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പ്രധാന ഉത്തരവാദി VD സതീശൻ തന്നെയാണ്. ബാക്കിയുള്ള രണ്ടാമത്തെ ആ സ്ത്രീയെ പറ്റി പറഞ്ഞത് കോൺഗ്രസിന് മൊത്തത്തിലുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അതിനകത്ത് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട VD സതീശനാണ്. ഈ MA ഷഹനാസ്, മറ്റു കുറേ സ്ത്രീകളുണ്ട്. അവർ പിന്നെ പൊതുവായിട്ടുള്ളവരായതുകൊണ്ട് പിന്നെ കോൺഗ്രസിനെ മാത്രം നമ്മൾ എടുത്തു പറയുന്നില്ല. പൊതുമണ്ഡലം അവരെപ്പറ്റി വിശകലനം ചെയ്യട്ടെ. എന്തൊക്കെയാണെങ്കിലും ശരി, ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും നിങ്ങളിങ്ങനെ തേജോവധം ചെയ്യാനായിട്ട് ഇത്തരം കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഇത്തരം വ്യക്തികളെ മുന്നിലേക്ക് ഇറക്കി വിട്ട് കളിക്കുന്നതിൻ്റെ പിന്നിൽ ഈ SSP എന്നിവിടെ പൊതുസമൂഹം പറയുന്നതിനകത്ത് ആദ്യത്തെ S എന്ന് പറയുന്നത് സതീശനിസ്റ്റുകൾ എന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് VD സതീശനെ പിന്തുണയ്ക്കുന്ന അല്ലെ VD സതീശനോടൊപ്പമുള്ള ചില ഉന്നതരായിട്ടുള്ള ചില അപൂർവം ചില നേതാക്കൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കുന്നതും അത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതും അത് കോൺഗ്രസ്സിന് ഒരിക്കലും ഭൂഷണമല്ല. ആ ഒരു കാര്യത്തിനകത്ത് VD സതീശനും പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വവും എത്രയും പെട്ടെന്ന് ഒരു നിലപാട് എടുക്കേണ്ടതുണ്ട്. പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് അതേപ്പറ്റിയുള്ള നിങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.